execute instruction cycle. Okay, so ഒരു പ്രോസസ്സറിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് അവർ പ്രോഗ്രാം. That program will be loaded into the primary memory or main memory. The program will be loaded into memory in the form of its instruction code. Okay, so instruction code നമ്മൾ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ 1 by 1 നമ്മളെ പ്രോസസ്സറിൻ്റെ എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് കൊണ്ടുവന്ന് ആ ഇൻസ്ട്രക്ഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് കറസ്പോണ്ടിങ് ആയ ജോബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രോസസ്സർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിൽ വരുന്ന രണ്ട് മെയിൻ ടേംസ് ആണ് ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് എന്ന് പറയുന്ന രണ്ട് ടേം. സോ എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ടേമിൽ വരുന്നതാണ് ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്. ഈ രണ്ട് ഓപ്പറേഷനാണ് മൈക്രോ പ്രോസസറിൻ്റെ ജോബ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ രണ്ട് കാറ്റഗറിയിലാണ് വരിക, ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്. ദ ഫെച്ച് എക്സിക്യൂട്ട് എ സൈക്കിൾ ഇസ് ദ കോർ പ്രോസസ് ദാറ്റ് എനേബിൾസ് എ കമ്പ്യൂട്ടർ ടു പെർഫോം എ ടാസ്ക്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു പ്രോസസ്സർ അതിൻ്റെ ടാസ്ക് ചെയ്യുന്നത് ഈ രണ്ട് പ്രോസസ്സ് ഫെച്ച് സൈക്കിളും എക്സിക്യൂട്ട് സൈക്കിളും വഴിയാണ് അത് ആ പ്രോസസ്സ് അക്കംപ്ലിഷ് ചെയ്യുന്നത്. എവറി ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ബൈ ദ കമ്പ്യൂട്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദിസ് സൈക്കിൾ. സോ മൈക്രോ പ്രോസസറിന്റെ എല്ലാ ആക്ഷൻസും ഈ രണ്ട് സൈക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ദിസ് ഡിഫൈൻസ് ഹൗ ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്. സോ എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് സൈക്കിളിനെ അനുസരിച്ചാണ്. Every CPU operation such as moving a data, performing arithmetic operation or checking condition is part of this cycle. So whatever be the instructions, execution, data movement ആണോ, arithmetic operation ആണോ, logical operation ആണോ, conditional checking ആണോ, IO operations ആണോ, ഇതെല്ലാം that is depends on this fetch and execute cycle. ഇനി ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മൈക്രോ പ്രോസസ്സറിലുള്ള മെയിൻ ആയിട്ട് 2-3 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന 2-3 രജിസ്റ്റേഴ്സ് ആണ്. ഒന്ന് പ്രോഗ്രാം കൗണ്ടർ, ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്യുന്നത് മെമ്മറിയിലാണ്. ആ മെമ്മറിക്ക് ഒരു അഡ്രസ് ഉണ്ട്, സേ 1000 അല്ലെങ്കിൽ 2000, വാട്ട് എവർ ഇറ്റ് മേ ബി, വേർ ഇറ്റ് ഈസ് ലോഡഡ് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് യു മേ ഗെറ്റ് എൻ അഡ്രസ്. ഓക്കെ, സോ ആ ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ മെമ്മറിയുടെ കണ്ടന്റ് അല്ലെങ്കിൽ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് ലോഡ് ചെയ്യുന്ന നമ്മളുടെ എക്സിക്യൂഷൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ട്. സോ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെ നിന്ന് റീഡ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് ആണ്. Okay, next memory address register. Memory temporarily holds the address of the instructions or data being accessed. So MAR എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് നമ്മൾ MAR ഉള്ളത്. MAR പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ആയിരിക്കും നമ്മളെ പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്യണം. ദെൻ മെമ്മറി ഡാറ്റ രജിസ്റ്റർ ടെമ്പററി ഹോൾഡ്സ് ദ ആക്ച്വൽ ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച്ഡ് ഫ്രം ദ മെമ്മറി. സോ മൈക്രോ പ്രോസസറിന്റെ മെമ്മറിയിൽ നിന്ന് വരുന്ന, എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് വരുന്ന, റാമിൽ നിന്ന് വരുന്ന ഡാറ്റ ബസ് വഴി മൈക്രോ പ്രോസസറിന്റെ അകത്ത് വരും. മൈക്രോ പ്രോസസറിന്റെ അകത്ത് ആ വരുന്ന ഇൻകമിംഗ് ഡാറ്റയെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് നമ്മുടെ ഡാറ്റ രജിസ്റ്റർ എന്ന് പറയുന്നത്. സോ മെമ്മറി സൈക്കിൾ പഠിച്ചപ്പോൾ, മെമ്മറി ഓപ്പറേഷൻസ് പഠിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Then അടുത്ത രജിസ്റ്റർ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഹോൾഡ്സ് ദ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഡ്യൂറിങ് എക്സിക്യൂഷൻ. സോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്നാണ് ഈ ഡാറ്റ, നമ്മളുടെ മൈക്രോ പ്രോസസറിലേക്ക് വരുന്ന ഡാറ്റ, മെമ്മറിയിൽ നിന്ന് വരുന്ന ഡാറ്റ നമ്മളുടെ മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ ഉണ്ടായിരിക്കും. അവിടുന്ന് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വരും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്നാണ് കൺട്രോൾ യൂണിറ്റ് ആ ഡാറ്റ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ അക്യുമുലേറ്റർ AOR ജനറൽ പർപ്പസ് രജിസ്റ്റർ യൂസ് ഫോർ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. എല്ലാ മൈക്രോ പ്രോസസറിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള രജിസ്റ്ററാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഈ അക്യുമുലേറ്റർ രജിസ്റ്ററും നമ്മളുടെ ഓൾമോസ്റ്റ് മിക്ക ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനും നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അക്യുമുലേറ്റർ രജിസ്റ്ററും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ പാർട്ടായിട്ട് വരുന്ന ഒരു രജിസ്റ്ററാണ്. നോട്ട് ഓൺലി അക്യുമുലേറ്റർ രജിസ്റ്റർ, ജനറൽ പർപ്പസ് ആയിട്ട് വരുന്ന കുറേ രജിസ്റ്റേഴ്സും നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്രയും ടേംസ് ആണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്താണ്, എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് വേണ്ടി വരിക. ഓക്കെ, സോ ഫേസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ വരുന്ന ഫേസസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ ഫെച്ച് ഫേസ് ഉണ്ട്, എക്സിക്യൂട്ട് ഫേസ് ഉണ്ട്. ഫെച്ച് ഫേസ് എന്ന് പറയുന്നത്, ദ ഫെച്ച് ഫേസ് ഇസ് എ കോമൺ ടു ഓൾ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഫെച്ച് ഫേസിൽ വരുന്ന രണ്ട് മെയിൻ കാര്യങ്ങൾ എല്ലാ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിലും നമുക്ക് ഫെച്ച് ഫേസിലുണ്ട്. ഫെച്ച് ഫേസിൽ ട്രാൻസ്ഫർ ദ കണ്ടന്റ് ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ ടു ദ MAR. സോ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസും നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ മെമ്മറിയിലാണ്. മെമ്മറിയുടെ അഡ്രസ് ഉണ്ട് 1000 എന്ന് പറയുന്നത്. സോ 1000
1000 എന്ന് പറയുന്ന കണ്ടന്റ് അല്ലെങ്കിൽ 1000 നിന്നാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യേണ്ടത്. ആ ഇൻഫർമേഷൻ നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിലാണ് ഇരിക്കുന്നത്. സോ പ്രോഗ്രാം കൗണ്ടറിൽ ഇരിക്കുന്ന ആ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട അഡ്രസ് നമ്മൾ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് കൊടുക്കും. സോ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് മെമ്മറി ഏതാണോ എനേബിൾ ചെയ്യേണ്ടത് അതാണ് നമ്മൾ MAR എന്ന് പറയുന്നത്. സോ MARലേക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷൻ 1000 ആണെങ്കിൽ MARലേക്ക് നമ്മൾ 1000 റൈറ്റ് ചെയ്യും. സോ MARൽ PC കണ്ടന്റ് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഫെച്ച് ഫേസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് എവിടെ നിന്നാണോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് അടുത്ത് റീഡ് ചെയ്യേണ്ടത് ആ റീഡ് ചെയ്യേണ്ട അഡ്രസ്സ് നമ്മൾ മെമ്മറിയുടെ അഡ്രസ്സിലേക്ക് കൊടുക്കണം. സോ അതിനുവേണ്ടി നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ അഡ്രസ്സിനെ നമ്മൾ MARലേക്ക് റൈറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ്, ട്രാൻസ്ഫർ ദ കണ്ടന്റ് ഓഫ് ദ MDR ടു ദ ഇൻസ്ട്രക്ഷൻസ്. അത് MARലേക്ക് നമ്മൾ 1000 പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് ലോഡ് ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് മെമ്മറി ഇതാണ് 1000 എന്ന് പറയുന്ന ലൊക്കേഷൻ. ഈ കണ്ടന്റ് നമുക്ക് റീഡ് ചെയ്യണം. സോ MARലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുമ്പോൾ മെമ്മറിയുടെ ഓപ്പറേഷൻ അനുസരിച്ച് ആ കറസ്പോണ്ടിങ് ഡാറ്റ മെമ്മറി റീഡ് ചെയ്യും, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യും. അത് നമ്മളുടെ മെമ്മറി ഡാറ്റ ബേസിലേക്ക് അവൈലബിൾ ആയിരിക്കും. അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഫോർ എക്സാമ്പിൾ 1000ലെ ഡാറ്റ എന്ന് പറയുന്ന മൂവ് എന്ന് പറയുന്ന കമാൻഡ് ആണ് എന്ന് വിചാരിക്കും. സോ മൂവിന്റെ കമാൻഡ് 23 ആണെങ്കിൽ 23 നമ്മളുടെ മെമ്മറിയുടെ ഡാറ്റ ബേസിൽ അവൈലബിൾ ആയിരിക്കും. ആ ഡാറ്റ രജിസ്റ്ററിനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ എക്സിക്യൂഷൻ യൂണിറ്റ് അതിനെ എടുക്കുകയുള്ളൂ, കൺട്രോൾ യൂണിറ്റ് എടുക്കുകയുള്ളൂ. സോ MD മെമ്മറിയിൽ നിന്ന് വരുന്ന ഡാറ്റ മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ അവൈലബിൾ ആയിരിക്കും. മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ MDR to IR. സോ ഓപ്പറേഷൻ നടക്കുന്നത് ഫെച്ച് ഫേസ് നടക്കുന്നത് എന്താണ്? പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് MARലേക്ക് പോകും. MARലേക്ക് കണ്ടന്റ് വരുമ്പോൾ പർട്ടിക്കുലർ അഡ്രസ്സ് വരുമ്പോൾ ആ അഡ്രസ്സ് എന്താണോ അഡ്രസ്സിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്ത് കൺട്രോൾ ബസ് വഴി അത് ഡാറ്റ മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ അവൈലബിൾ ആയിരിക്കും. മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ വരുന്ന ഡാറ്റ എക്സിക്യൂഷൻ ആണ്, പ്രോഗ്രാം എക്സിക്യൂഷന്റെ പാർട്ടാണ്, ഡാറ്റ അല്ല എന്ന് മനസ്സിലാകുന്ന സ്ഥിതിക്ക് അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. സോ രണ്ട് ഫേസ് കഴിഞ്ഞു. സോ എക്സിക്യൂട്ട് ഫേസ്, സോ ഫെച്ച് ഫേസിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് അഡ്രസ്സ് മെമ്മറിയിലേക്ക് കൊടുത്തു, മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തു, മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ വന്നു. മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ വരുമ്പോൾ സ്റ്റെപ്പ് 2 അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യും. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വരുന്ന കണ്ടന്റ് അതിനെയാണ് എക്സിക്യൂട്ട് ഫേസിൽ യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻസ് ഡിപെൻഡന്റ് ആണ്. The steps for this phase vary depending on the specific instruction being executed. ഓക്കെ, സോ ഇവിടെ വരുന്ന എക്സിക്യൂഷൻ ഫേസിൽ വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓരോരോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മൈക്രോ പ്രോസസറിൽ ഉപയോഗിക്കുന്ന 3 കോമൺ ഇൻസ്ട്രക്ഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് ലോഡ്, ആഡ് ആൻഡ് സ്റ്റോർ. ഈ 3 ഓപ്പറേഷൻസും 3 രീതിയിലാണ്. സോ ഈ 3 ഓപ്പറേഷൻസ് നമുക്ക് എക്സിക്യൂഷൻ ഫേസിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് ഫസ്റ്റ് എക്സാമ്പിൾ ലോഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ലോഡ് ഇൻസ്ട്രക്ഷന്റെ പർപ്പസ് എന്താണ്? ലോഡ് ഇൻസ്ട്രക്ഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലോഡ് ഡാറ്റ ഫ്രം മെമ്മറി ഇൻ ടു ദ അക്യുമുലേറ്റർ. സോ ലോഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറിയിൽ നിന്ന്, സോ നമുക്ക് മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ലോഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ട്. അതിനെ റീഡ് ചെയ്തു, അനലൈസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ലോഡ് ഡാറ്റ ഫ്രം മെമ്മറി ഇൻ ടു അക്യുമുലേറ്റർ ആണ്. സോ ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോഡ് ഇൻസ്ട്രക്ഷനിൽ എന്താണോ അഡ്രസ്സ് പറഞ്ഞിരിക്കുന്നത് അത് ചിലപ്പോൾ 2000 എന്നായിരിക്കും. 2000 എന്ന് പറയുന്ന മെമ്മറിയിൽ നിന്ന് കണ്ടന്റ് നമുക്ക് അക്യുമുലേറ്ററിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലോഡ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 2000 നിന്ന് ഡാറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1000ലാണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. സോ പ്രോഗ്രാമിലെ ലോഡിന്റെ ഇൻസ്ട്രക്ഷൻ കോഡ് വെച്ചിട്ടുണ്ട്. അതിനെ എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ 2000 നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകുന്നു. സോ ലോഡ് ഡാറ്റ ഫ്രം ദ മെമ്മറി ടു അക്യുമുലേറ്റർ പർപ്പസ് എന്ന് പറയുന്നത്. സോ എക്സിക്യൂഷൻ ഫേസിൽ വരുന്ന അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് 3 വന്നത് ട്രാൻസ്ഫർ ദ അഡ്രസ് പോർഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഇൻ ടു ദ MAR. സോ ലോഡ് 2000 എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആണ് നമ്മൾ 1000ൽ വെച്ചിരിക്കുന്നത്. സോ ഇത് ഒരു 1 ബൈറ്റ് അല്ലെങ്കിൽ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഇതിന്റെ ബൈനറി പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് ഈ 2000 നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യേണ്ടത്. സോ ഇൻസ്ട്രക്ഷന്റെ പാർട്ടായിട്ട് വരുന്ന 2000 അല്ലെങ്കിൽ ഡാറ്റ ലോഡ് ചെയ്യേണ്ട മെമ്മറി അഡ്രസ്സ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് പാർട്ട് ഇൻസ്ട്രക്ഷൻ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് പോകും. സോ മെമ്മറി അഡ്രസ്സിൽ നമുക്കിപ്പോൾ 2000 ലോഡ് ചെയ്തു. Then അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം ദ MDR ടു ദ അക്യുമുലേറ്റർ. സോ MARൽ നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ 2000 ആണ് നമ്മൾ MARൽ റൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ 2000 എന്ന് പറയുന്ന മെമ്മറി എനേബിൾ ചെയ്യും. അവിടുന്ന് ഡാറ്റ ബസ്സിൽ വരും. ഡാറ്റ ബസ്സിൽ നിന്ന് ഡാറ്റ മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ വരും. മെമ്മറി ഡാറ്റ രജിസ്റ്ററിലെ കണ്ടന്റ് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് എക്സിക്യൂട്ട് ഫേസിൽ നടക്കുക. സ്റ്റെപ്പ് 5 ഇൻക്രിമെന്റ് ദ പ്രോഗ്രാം കൗണ്ടർ ബൈ 1. സോ നമ്മൾ 1000ലാണ് പ്രോഗ്രാം കൗണ്ടർ ഇരിക്കുന്നത്. അവിടുത്തെ ഓപ്പറേഷൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ 1001ലേക്കാണ് പോകേണ്ടത്. സോ 1001ലേക്ക് നമ്മൾ പ്രോഗ്രാം കൗണ്ടർ കണ്ടന്റ് ഇൻക്രിമെന്റ് ചെയ്യും.
ഓക്കെ. സോ ലോഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ലോഡിന്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ 1000 നിന്ന് റീഡ് ചെയ്തു. അത് റീഡ് ചെയ്തപ്പോൾ അത് MDR എന്ന ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വന്നു. ദെൻ അടുത്ത ഫേസിൽ വരും സ്റ്റെപ്പ് 3ലേക്ക് വരുമ്പോൾ 2000 ആണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്ന മെമ്മറി അഡ്രസ്സ്. അത് MARലേക്ക് പോയി. MARലേക്ക് പോകുമ്പോൾ MAR വെച്ച് എന്താണോ കണ്ടന്റ്, അവിടുത്തെ കണ്ടന്റ് ഡാറ്റാ ബസ് വഴി MDRൽ വരും, ഡാറ്റ രജിസ്റ്ററിൽ വരും. ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ലോഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, ലോഡ് 2000 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ലോഡ് 2000 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2000 മെമ്മറിയിലെ കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. സോ സ്റ്റെപ്പ് 3ഉം 4ഉം കംപ്ലീറ്റ് ആകുമ്പോൾ ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഓപ്പറേഷൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് വേണ്ടിയിട്ട് പ്രോഗ്രാം കൗണ്ടർ റെഡിയാക്കും. പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 1 ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് അടുത്ത സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ആണ്. സ്റ്റോർ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? സ്റ്റോർ ഇൻസ്ട്രക്ഷന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റോർ ദ കണ്ടന്റ്സ് ഓഫ് അക്യുമുലേറ്റർ ബാക്ക് ഇൻ ടു എ സ്പെസിഫൈഡ് മെമ്മറി. അതായത് അക്യുമുലേറ്ററിന്റെ കണ്ടന്റ് ഫോർ എക്സാമ്പിൾ 2500 എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. സോ ലോഡിന്റെ ഓപ്പോസിറ്റ് ആണ് സ്റ്റോർ എന്ന് പറയുന്നത്. സോ ലോഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്റ്റോർ ഇൻസ്ട്രക്ഷൻ നമ്മൾ 1001 വെച്ചിരിക്കുന്നത്. സ്റ്റോർ ഇൻസ്ട്രക്ഷൻ നമ്മൾ വെച്ചിരിക്കുന്നത് 1001 സോ 1001 എന്ന് പറയുന്ന മെമ്മറിയിൽ നമ്മൾ ലോഡ് ചെയ്ത് വയ്ക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ 2500 ആണ്. അതായത് അക്യുമുലേറ്റർ കണ്ടന്റ് 2500 എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. സോ സ്റ്റോർ 2500 1001 റീഡ് ചെയ്തു. സോ ഫെച്ച് ഫേസ് കംപ്ലീറ്റ് ചെയ്തു. എക്സിക്യൂഷൻ ഫേസിൽ വരുമ്പോൾ ലോഡിന് ഓപ്പോസിറ്റ് ആണ് സ്റ്റോറിന്റെ ഓപ്പറേഷൻ നടക്കുക. സോ മൂന്നാമത്തെ ഫേസിൽ നടക്കുക ട്രാൻസ്ഫർ ദ അഡ്രസ് പോർഷൻ ഓഫ് ദ IR. അഡ്രസ് പോർഷൻ ഓഫ് ദ IR എന്താണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ സ്റ്റോർ 2500 ആണ്. സോ അതിന്റെ അഡ്രസ് പോർഷൻ എന്ന് പറയുന്നത് 2500 ആണ്. സോ അഡ്രസ് പോർഷൻ ഓഫ് ദ IR ഇൻ ടു ദ MARലേക്ക് നമ്മൾ മെമ്മറിയിലേക്ക്, അതായത് 2500 എന്ന് പറയുന്ന മെമ്മറി നമ്മൾ എനേബിൾ ചെയ്തു. ദെൻ സ്റ്റെപ്പ് 5 ട്രാൻസ്ഫർ ദ കണ്ടന്റ്സ് ഓഫ് A ഇൻ ടു ദ മെമ്മറി രജിസ്റ്റർ. അതായത് അക്യുമുലേറ്റർ കണ്ടന്റ് സെലക്ട് ചെയ്ത മെമ്മറിയിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്തു. സോ സ്റ്റോറിൽ നമ്മൾ റൈറ്റ് ആയിരിക്കും ചെയ്യുക, ലോഡിൽ നമ്മൾ റീഡ് ആയിരിക്കും ചെയ്യുക. സോ സ്റ്റോർ ഓപ്പറേഷൻ ഈസ് റൈറ്റ് ഓപ്പറേഷൻ, ലോഡ് ഓപ്പറേഷൻ ഈസ് റീഡ് ഓപ്പറേഷൻ. സോ ഇൻസ്ട്രക്ഷൻ്റെ നേച്ചർ അനുസരിച്ച് റൈറ്റ് സിഗ്നലോ റീഡ് സിഗ്നലോ കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ പ്രോസസർ ചെയ്യും. സോ നമ്മൾ അക്യുമുലേറ്റർ കണ്ടന്റ് സെലക്ട് ചെയ്ത മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൗണ്ടർ 1002ലേക്ക് ഇൻക്രിമെന്റ് ചെയ്യും. സോ ഓരോ എക്സിക്യൂഷൻ ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അഡ്രസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ദെൻ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ആഡ് ഇൻസ്ട്രക്ഷന്റെ ഫേസ് എക്സിക്യൂഷൻ എങ്ങനെയാണ്? സോ ആഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ വെച്ചിരിക്കുന്നത് 1003 എന്ന് പറയുന്ന മെമ്മറിലാന്ന് വിചാരിക്കുക. സോ ആഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ആഡ് എ വാല്യൂ ഫ്രം മെമ്മറി ടു ദ വാല്യൂ ഇൻ ദ അക്യുമുലേറ്റർ. ഫോർ എക്സാമ്പിൾ നമ്മൾ 1003 നമ്മൾ ആഡ് 2600 എന്നാണ് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. സോ ആഡിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് A is equal to A plus content of 2600. ഇതാണ് ആഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അക്യുമുലേറ്റർ വിൽ ബി മോഡിഫൈഡ് വിത്ത് അക്യുമുലേറ്റർ plus content of the memory specified along with the instruction. So നമ്മൾ 1003 നമ്മൾ ആഡ് 2600 വെച്ചിരിക്കുന്നത്. സോ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഫേസിൽ 1ഉം 2ഉം ഫേസ് ആഡ് 2600 റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനും സെയിം ആണ്. എക്സിക്യൂഷൻ ഫേസ് ആണ് ഓരോ ഇൻസ്ട്രക്ഷനിലും ഓരോ രീതിയിൽ വരിക. ഓക്കെ. സോ ആഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ദ അഡ്രസ് പോർഷൻ ഓഫ് ദ IRന്റെ അഡ്രസ് പോർഷൻ എന്താണ്? ഇറ്റ് ഈസ് 2600. IRലേക്ക് നമ്മൾ IRന്റെ കണ്ടന്റ് MARലേക്ക് നമ്മൾ ലോഡ് ചെയ്തു. സോ MAR ഈസ് ഈക്വൽ ടു 2600 ആയി. 2600 MAR വരുമ്പോൾ 2600 എന്ന് പറയുന്ന മെമ്മറി എനർജൈസ് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ. നൗ ആഡ് ദ വാല്യൂ ഇൻ MDR. സോ 2600 വന്നു കഴിഞ്ഞാൽ MDR ഈക്വൽ ടു 2600 കണ്ടന്റ് 10 ആണ് എന്ന് വിചാരിക്കുക. സോ 10 എന്ന് പറയുന്ന വാല്യൂ MDRൽ വന്നു. ദെൻ ദാറ്റ് വാല്യൂ വിൽ ബി stored and the result will be added with accumulator. ഈ MDRലെ വാല്യൂ Aയിലെ വാല്യൂ 20 ആണ് എന്ന് വിചാരിക്കുക. സോ എയുടെ വാല്യൂ 20 ആണ്. 20 പ്ലസ് 10 ആഡ് ചെയ്ത് 30 എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഇത്രയും പ്രോസസ്സാണ് ആഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈക്രോ പ്രോസസർ ചെയ്യുന്നത്. സോ ആഡ് ഇൻസ്ട്രക്ഷൻ വെച്ചിരിക്കുന്നത് 2003 അതിൽ 1003 നിന്ന് ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ആഡ് 2600 വരും. അതിലെ അഡ്രസ് വാല്യൂ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ അഡ്രസ് വാല്യൂ അതിൽ 2600 ആണ്. 2600 MARലേക്ക് വെച്ചു. MARലേക്ക് 2600 വെക്കുമ്പോൾ അതിലെ കണ്ടന്റ് ആയ 10
ടെൻ എന്ന് പറയുന്നത് MDR വന്നു. ദെൻ എക്സിക്യൂഷൻ നടക്കുമ്പോൾ എയിലെ കണ്ടന്റ് 20 ആണ്, MDRലെ കണ്ടന്റ് 10 ആണ്. അത് രണ്ടും നമ്മൾ ആഡ് ചെയ്തു, റിസൾട്ട് അക്യുമുലേറ്ററിലേക്ക് വെച്ചു. ഇത്രയും പ്രോസസ്സ് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യും. അപ്പോൾ ലോഡ് ഓപ്പറേഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ അല്ല സ്റ്റോർ ഓപ്പറേഷനിൽ എക്സിക്യൂട്ട് ഫേസ് ചെയ്യുക, ആ ഓപ്പറേഷനിൽ ആഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ഫേസ് ചെയ്യുക. സോ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഫേസ്, ഫെച്ച് ഫേസും എക്സിക്യൂട്ട് ഫേസുമാണ്. ഫെച്ച് ഫേസ് ഈസ് സെയിം ഫോർ ഓൾ ഇൻസ്ട്രക്ഷൻസ്. എല്ലാ ഇൻസ്ട്രക്ഷനും ഫെച്ച് ഫേസ് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് എന്താണോ അവിടുന്ന് ഡാറ്റ റീഡ് ചെയ്യുക എന്നുള്ളതാണ്, ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. എക്സിക്യൂട്ട് ഫേസ് ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, സോ ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഓഫ് ത്രീ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ 3 ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം. സോ കൺസിഡർ നമ്മൾ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് പ്രോഗ്രാം കൗണ്ടർ 65 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ലോഡ് ചെയ്തിരിക്കുന്നത് 65 എന്ന് പറയുന്ന മെമ്മറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മെമ്മറി ലൊക്കേഷൻ 65, 590 എന്ന് പറയുന്ന ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ് വെച്ചിരിക്കുന്നത്. നോട്ട് റിലേറ്റഡ് ടു നോട്ട് എ സ്പെസിഫിക് പ്രോസസ്സർ ബട്ട് ഇൻ ജനറൽ. സോ ലോഡ് 90 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ 65 എന്ന് പറയുന്ന മെമ്മറിയിൽ വെച്ചിരിക്കുന്നത്. സോ ലോഡ് 90 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ 65 എന്ന് പറയുന്ന മെമ്മറിയിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ മെമ്മറി ലൊക്കേഷൻ 66-ല് 192 ആണ്. സോ ലോഡ് 90യുടെ കോഡ് 590 ആണ്. 590 എന്ന് പറയുന്നത് ലോഡ് 90 ആണ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അടുത്ത മെമ്മറിയിൽ 66-ൽ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആഡ് 92 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. സോ ആഡ് 92, അതിന്റെ ബൈനറി പാറ്റേൺ എന്ന് പറയുന്നത് ബൈനറി കറസ്പോണ്ടിങ് ടു 192 ആണ്. അടുത്ത മെമ്മറി ലൊക്കേഷൻ 67-ൽ വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ 90 ആണ്. സോ സ്റ്റോർ 90 ആണ് നമ്മൾ 67-ൽ വെച്ചിരിക്കുന്നത്. സോ അതിന്റെ കമാൻഡ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് 390 ആണ്. സോ ഈ 3 ഇൻസ്ട്രക്ഷൻ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ 65 മുതൽ 67 വരെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ മെമ്മറി ലൊക്കേഷൻ 90, അടുത്ത മെമ്മറി ലൊക്കേഷൻ മെമ്മറി 90, അവിടുത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് 111 ആണ്. 92-ലെ കണ്ടന്റ് 222 ആണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ തന്നിരിക്കുന്നത് ഈ സിറ്റുവേഷനിൽ ഈ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. സോ പ്രോഗ്രാം കൗണ്ടർ ലോഡ് ചെയ്യേണ്ടത് 65-ൽ നിന്നാണ്. അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ 66-ലാണ് വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ 67-ലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് കുറെ ഡാറ്റ അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തെ ഡാറ്റ 90 വെച്ചിരിക്കുന്നത്, 90-ലെ കണ്ടന്റ് 111 ആണ്. 92-ലെ കണ്ടന്റ് 222 ആണ്. ഈ സിറ്റുവേഷനിൽ ഈ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം വ്യത്യാസമാണ് ഓരോ രജിസ്റ്ററിലും സംഭവിക്കാൻ പോകുന്നുള്ളതിന്റെ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ, സോ നമ്മളെ സിനാരിയോ എന്ന് പറയുന്നത് 90 ലൊക്കേഷനിൽ നമ്മൾ വച്ചിരിക്കുന്നത് 111 ആണ്. 92-ലെ ഡാറ്റ എന്ന് പറയുന്നത് 222 ആണ്. 65 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ലോഡ് 90 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫസ്റ്റ് കമാൻഡ് വെച്ചിരിക്കുന്നത്. സോ പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ 65 ആണ് പ്രോഗ്രാം കൗണ്ടർ. ആ പ്രോഗ്രാം കൗണ്ടർ നമ്മൾ മെമ്മറിയുടെ രജിസ്റ്ററിലേക്ക് കൊടുത്തു. MARലേക്ക് നമ്മൾ 65 കൊടുത്തു. MARലപ്പോ 65 എന്ന് പറയുന്ന റിസൾട്ട് വന്നു. സോ 65-ലെ കണ്ടന്റ് 590 ആണ്. സോ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണ്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് നമ്മൾ MARൽ എന്താണ് കൊടുത്തത്, ആ മെമ്മറിയിലെ കണ്ടന്റ് മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ വരും. ആ മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് നമ്മൾ IRലേക്ക് ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. സോ IRൽ ഇപ്പോൾ ഉള്ള വാല്യൂ 590 ആണ്. സോ ഫെച്ച് ഫേസ് കംപ്ലീറ്റ് ചെയ്തു. ഫെച്ച് ഫേസ് ഈസ് ഓവർ. ഫെച്ച് ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഫേസ് എക്സിക്യൂഷൻ ഫേസ് ആണ്. എക്സിക്യൂഷൻ ഫേസ് നടക്കുന്നത് IRലെ അഡ്രസ് പാർട്ട് MARലേക്ക് പോകും. IRലെ അഡ്രസ് പാർട്ട് എത്രയാണ്, 90. സോ 90 എന്ന് പറയുന്ന വാല്യൂ മെമ്മറി അഡ്രസ് ലിസ്റ്റിലേക്ക് വന്നു. മെമ്മറി അഡ്രസ് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 90 എന്ന് പറയുന്ന മെമ്മറി എനേബിൾ ആയും അവിടുത്തെ കണ്ടന്റ് 111 ആണ്. 111 എന്ന് പറയുന്നത് MDRലേക്ക് വരും. സോ MDR ഈസ് ഈക്വൽ ടു 111 ആണ്, അത് അക്യുമുലേറ്ററിലേക്ക് പോയി. സോ അക്യുമുലേറ്റർ ഈസ് നൗ 111. സോ സംഭവിച്ചെന്താണ്, ലോഡ് 90 കൊടുത്തപ്പോൾ 90-ലെ കണ്ടന്റ് A ഈസ് ഈക്വൽ ടു 111 ആയിട്ട് മാറി. സോ ഇതാണ് ലോഡ് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ ഫേസ്. ലാസ്റ്റ്ലി പ്രോഗ്രാം കൗണ്ടർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ട് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് 66 ആയിട്ട് മാറി. അതായത് റിസൾട്ട് എന്ന് പറയുന്ന രജിസ്റ്റർ A ഈസ് നൗ 111. നമ്മളുടെ മെമ്മറി 90-ൽ ഉണ്ടായിരുന്ന കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് വന്നു. സോ ഫെച്ച് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ സൈക്കിളിലെ ലോഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ കണ്ടത്.
അടുത്ത ഇൻസ്ട്രക്ഷൻ നമ്മൾ വെച്ചിരിക്കുന്നത് 66ലാണ്. 66ൽ ലോഡ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആഡ് 92 എന്ന് പറയുന്ന വാല്യൂ ആണ്. നമ്മൾ പറഞ്ഞനുസരിച്ച് 92 എന്ന് പറയുന്ന മെമ്മറിയിലെ 222 എന്ന് പറയുന്ന വാല്യൂ ആണ് വെച്ചിരിക്കുന്നത്. സോ ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് MARലേക്ക് വന്നു. പ്രോഗ്രാം കൗണ്ടർ ഈസ് 66 ആണ്. സോ MAR 66 വന്നുകൊണ്ട് 66 എന്ന് പറയുന്ന മെമ്മറി ലോഡ് ചെയ്തു. അവിടെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ 192 ആണ്. അല്ലെങ്കിൽ ആഡ് ഇൻസ്ട്രക്ഷൻ ആണ് വെച്ചിരിക്കുന്നത്. ആഡ് 92 ആണ് വെച്ചിരിക്കുന്നത്. അതിന്റെ കോഡ് 192 ആണ്. സോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ 192 വന്നു. അതോട് കൂടിയിട്ട് ഫെച്ച് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു. നൗ എക്സിക്യൂഷൻ ഫേസ് ആണ്. 192ലെ അഡ്രസ് എന്ന് പറയുന്നത് 92 ആണ്. സോ IRലെ അഡ്രസ് പാർട്ട് MARലേക്ക് പോയി. MAR ഈസ് നൗ 92. സോ MAR 92 ആകുമ്പോൾ 92 എന്ന് പറയുന്ന മെമ്മറി എനേബിൾ ആയി. സോ മെമ്മറി ആക്ടിവേറ്റ് ആയി. മെമ്മറി ആക്ടിവേറ്റ് ആകുമ്പോൾ അക്യുമുലേറ്റ് ആ വാല്യൂ അതിലെ കണ്ടന്റ് ആയ 222 MDRലേക്ക് വന്നു. 222 MDRലേക്ക് വന്നു. 92 ആക്ടിവേറ്റ് ആയതുകൊണ്ട് 92ലെ കണ്ടന്റ് ആയ 222 MDRലേക്ക് വന്നു. നെക്സ്റ്റ് അഡീഷൻ ഓപ്പറേഷൻ ആയതുകൊണ്ട് A+MDR എക്സിക്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പെർഫോം ചെയ്തതിന് ശേഷം അത് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. സോ അക്യുമുലേറ്റർ ഈസ് നൗ 111 + 222. അതായത് 90യും 92ലെയും വാല്യൂ 90ലെ വാല്യൂ 111 ആയിരുന്നു. അതായത് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവന്നു. ദെൻ 92ലെ വാല്യൂ 222 ആണ്. അത് MDRലേക്ക് കൊണ്ടുവന്നു. അത് നമ്മൾ ആഡ് ചെയ്തു. അതിന്റെ റിസൾട്ട് 333 ആണ്. അത് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇത്രയും ഓപ്പറേഷൻസ് ആഡ് ഓപ്പറേഷൻ ചെയ്യുന്നതാണ്. പ്രോഗ്രാം കൗണ്ടർ 67ലേക്ക് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് വെച്ചു. സോ ഇൻസ്ട്രക്ഷൻ ആഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എയിലെ വാല്യൂ എന്ന് പറയുന്നത് 333 ആണ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷൻ വെച്ചിരിക്കുന്നത് 67ലാണ്. 67ൽ നമ്മൾ സ്റ്റോർ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് വെച്ചിരിക്കുന്നത്. സോ 67 ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാം കൗണ്ടർ 67 ആയിട്ട് മാറി. ഒന്നാമത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു. രണ്ടാമത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു. ഒന്നാമത് ലോഡ് ആയിരുന്നു. ലോഡ് ഇൻസ്ട്രക്ഷൻ ചെയ്തപ്പോൾ 111 അക്യുമുലേറ്റർ ആയി മാറി. രണ്ടാമത് ഇൻസ്ട്രക്ഷൻ ആഡ് ആയിരുന്നു. അത് ചെയ്തപ്പോൾ അക്യുമുലേറ്റർ കണ്ടന്റ് 333 ആയിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടന്നപ്പോൾ പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് MARലേക്ക് വന്നു. സോ MAR എന്ന് പറയുന്നത് 67 ആണ്. സോ 67 എന്ന് പറയുന്ന മെമ്മറി ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ അതിന്റെ കണ്ടന്റ് ആയ സ്റ്റോർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന വാല്യൂ അത് 390 ആണ്. കോഡ് 390 നമ്മളുടെ MDRൽ വന്നു. MDRൽ നിന്ന് അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വന്നു. നൗ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഈസ് 390. അതായത് നമ്മൾ ഇൻസ്ട്രക്ഷൻ 390 ആണ്. നൗ ഫെച്ച് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റ്. ഫെച്ച് ഓപ്പറേഷൻ അവിടെ തീർന്നു. നൗ IRലെ ഇൻസ്ട്രക്ഷൻ പാർട്ട് വിച്ച് ഈസ് 90 MARലേക്ക് വന്നു. സോ 90 എന്ന് പറയുന്ന വാല്യൂ മെമ്മറി ആക്ടിവേറ്റ് ചെയ്തു. സോ MAR ഈസ് ഈക്വൽ ടു 90 ആണ്. സോ മെമ്മറി 90 നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. നൗ അക്യുമുലേറ്റർ റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും നമ്മൾ കൺട്രോൾ യൂണിറ്റ് ഇഷ്യൂ ചെയ്യുക. അക്യുമുലേറ്ററിന്റെ കണ്ടന്റ് നമ്മൾ മെമ്മറിയിലേക്ക് സെൻഡ് ചെയ്തു. അതായത് അക്യുമുലേറ്റർ 333 ആണ്. അക്യുമുലേറ്റർ 333 സെൻഡ് ചെയ്തു. നൗ 333 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ 90 എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. പ്രോഗ്രാം കൗണ്ടർ 68ലേക്ക് ലോഡ് ചെയ്തു. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ചെയ്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മെമ്മറിയിൽ നമ്മൾ ലോഡ് ചെയ്തത് സ്റ്റോർ ആയിരുന്നു. രണ്ടാമത്തേതിൽ ആഡ് ആയിരുന്നു. മൂന്നാമത്തേതിൽ സ്റ്റോർ ആയിരുന്നു. ഓക്കെ, മെമ്മറി 90ലെ 111 സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. 92ലെ 222 സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം 111 റീഡ് ചെയ്തു. അതിനോടുകൂടി 222 ആഡ് ചെയ്തു. അതിന്റെ റിസൾട്ട് നമ്മൾ 333ലേക്ക് ഓവർ റൈറ്റ് ചെയ്തു. അതായത് രണ്ട് ഡാറ്റയെ ആഡ് ചെയ്ത് റിസൾട്ട് സേവ് ചെയ്യാനുള്ള സിമ്പിൾ പ്രോഗ്രാമാണ് നമ്മളിവിടെ ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറഞ്ഞത്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഹൗ ടു റൺ ഓർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, മെഷീൻ സൈക്കിൾ, ടി സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അറിഞ്ഞിരിക്കണം. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് മെഷീൻ സൈക്കിൾ. സോ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് the time required by the microprocessor to complete an operation of accessing memory or input or output device is called a machine cycle. അതായത് പ്രോസസ്സർ ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഒരു ബേസിക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. അത് ഫെച്ച് ആകാം, മെമ്മറി റീഡ് ആകാം, മെമ്മറി റൈറ്റ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ബേസിക് ആയിട്ട് മൈക്രോ പ്രോസസ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെയാണ് നമ്മൾ മെഷീൻ സൈക്കിൾ, അതിനെടുക്കുന്ന സമയത്തിനാണ് നമ്മൾ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ മെഷീൻ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ബേസിക് സിസ്റ്റം ക്ലോക്ക് ടൈം പീരിയഡ് കോൾഡ് ടി സ്റ്റേറ്റ്സ്. സോ നമ്മൾ സിസ്റ്റം മൈക്രോ പ്രോസസർ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്ലോക്ക് പൾസ് വേണം. ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് സ്ക്വയർ പൾസസ് ആണ്. ഈ സ്ക്വയർ പൾസിന്റെ ഒരു ടൈം പീരിയഡിനെയാണ് നമ്മൾ ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ടി സ്റ്റേറ്റ്. സോ ഫോർ എക്സാമ്പിൾ 1 GHz ആണ് നമ്മൾ ക്ലോക്ക് ഫ്രീക്വൻസിയിൽ അതിന് കറസ്പോണ്ടിങ് ആയ 1 നാനോ സെക്കൻഡ്സ് ആണ് 1 നാനോ സെക്കൻഡ്സ് ആണ് ഒരു ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് കുറെ ടൈം പീരിയഡ് കൺസ്യൂം ചെയ്യുന്നതായിരിക്കും ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്.
So the T state is defined as the one subdivision of the operation performed in one clock period. So ഒരു ക്ലോക്ക് പീരിയോഡിൽ പ്രോസസ്സർ ചെയ്യുന്ന ഓപ്പറേഷൻ അതിനെയാണ് ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു കോമൺ ആയിട്ടുള്ള പ്രോസസ്സറാണ് 8085, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടും പഠിക്കാൻ പറ്റിയ പ്രോസസ്സറാണ് 8085 എന്ന് പറയുന്നത്. ആ പ്രോസസ്സറിലെ ഫെച്ച് സൈക്കിൾ ടേക്സ് 4 ടി സ്റ്റേറ്റ്സ്. അതായത് 8085 എന്ന് പറയുന്ന പ്രോസസ്സറിൽ ഫെച്ച് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 4 ടി സ്റ്റേറ്റ്സ് എടുക്കും. ഓക്കെ, സോ 4 ടി സ്റ്റേറ്റ്സ്. സോ ഇതാണ് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ആൻഡ് മെഷീൻ സൈക്കിൾസ് വരിക. ഇതാണ് ഒരു ടി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് 1, 2, 3, 4, 4 ടി സ്റ്റേറ്റ്സ് കൂടുന്നതാണ് ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു മെഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രക്ഷനെ നമ്മുടെ മൈക്രോ പ്രോസസർ റീഡ് ചെയ്ത് ഫെച്ച് ചെയ്ത്, ഫോർ ഇൻ പ്രീവിയസ് എക്സാമ്പിളിൽ 65 എന്ന് പറയുന്ന മെമ്മറിയിലെ 590 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്ത് അത് ഡാറ്റാ ബേസിൽ കൂടി ട്രാവൽ ചെയ്ത് നമ്മുടെ പ്രോസസറിൽ എത്താൻ എടുക്കുന്ന സമയമാണ് ഫെച്ച് സൈക്കിൾ എന്ന് പറയുന്നത്. ഫെച്ച് സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എക്സിക്യൂഷൻ സൈക്കിൾ. അതിനും നമ്മൾ മൈക്രോ പ്രോസസർ കുറേ ടി സ്റ്റേറ്റ്സ് കൺസ്യൂം ചെയ്യും. സോ ഡിപ്പെൻസ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ നേച്ചർ അനുസരിച്ച് കുറേ ടി സ്റ്റേറ്റ്സ് കൺസ്യൂം ചെയ്യും. സോ ഫെച്ച് സൈക്കിളും എക്സിക്യൂഷൻ സൈക്കിളും ചേരുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അത് രണ്ടിൻ്റെയും ടോട്ടൽ ടൈമാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ പ്രോഗ്രാം ഫോർ എക്സിക്യൂഷൻ ബൈ ദ പ്രോസസർ നീഡ്സ് ടു ബി ഇൻ ദ മെയിൻ മെമ്മറി. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അതിന്റെ പോയിന്റ്സ് മാത്രം പറയുന്നതാണ്. എന്ത് പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ മെയിൻ മെമ്മറിയിലായിരിക്കണം. വൺസ് ദ എക്സിക്യൂഷൻ സ്റ്റാർട്ട്, നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഷുഡ് റീഡ് ഫ്രം ഇൻസ്ട്രക്ഷൻ ഫ്രം ദ കോഡ്. നമ്മൾ 65 നിന്ന് നമ്മൾ കോഡിനെ ആദ്യം റീഡ് ചെയ്തു. 590 എന്ന് പറയുന്ന കോഡിനെ നമ്മൾ റീഡ് ചെയ്തു. Okay, from the memory by placing the address of the instruction from the program counter to the address bus. നമ്മൾ എക്സാമ്പിൾ കണ്ടതാണ്. പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് നമ്മൾ MAR-ലേക്ക് റൈറ്റ് ചെയ്തു. Okay, so this process is known as instruction fetch. Already discuss ചെയ്തതാണ്. After completion of this instruction fetch കഴിയുമ്പോൾ നമ്മൾ IR രജിസ്റ്ററിൽ ഫെച്ച് 590 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടായിരിക്കും, അതും കണ്ടതാണ്. സോ ഇൻസ്ട്രക്ഷൻ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന്റെ കോഡ് നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നടക്കുന്ന ഒരു പ്രോസസ്സിന്റെ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. അഡ്രസ് ഫ്രം ദ പ്രോസസ്സർ നമ്മളുടെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ വരും. അഡ്രസ് ബേസിൽ നിന്ന് അത് അഡ്രസ് ബസ്സിൽ വരും. സോ 565 എന്ന് പറയുന്ന ഡാറ്റ ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്ന അഡ്രസ് നമ്മൾ അഡ്രസ് ബസ്സിലേക്ക് പ്ലേസ് ചെയ്തു. ദെൻ മൈക്രോ പ്രോസസർ ഒരു റീഡ് സിഗ്നൽ ഇഷ്യൂ ചെയ്യും. സോ 65ലെ കണ്ടന്റ് ആയ 590 മൈക്രോ പ്രോസസർ റീഡ് ചെയ്യും. റീഡ് ചെയ്ത ഡാറ്റ അത് നമ്മുടെ ഡാറ്റാ ബസ്സിൽ അവൈലബിൾ ആയിരിക്കും. ആഫ്റ്റർ റിസീവിംഗ് ദി ഇൻസ്ട്രക്ഷൻ കോഡ്, മൈക്രോ പ്രോസസറിൽ നിന്ന് മെമ്മറി പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് എന്താണോ ആ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ പ്രോസസറിൽ വന്നു. ഇൻസ്ട്രക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ബിക്കം റിസീവിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് ടു ഡു വിത്ത് ദിസ്. ആ 590 മൈക്രോ പ്രോസസർ അനലൈസ് ചെയ്യും. എന്താണ് മൈക്രോ പ്രോസസർ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് അത് മനസ്സിലാക്കും. ദിസ് പാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് നോൺ ആസ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, അല്ലെങ്കിൽ എക്സിക്യൂഷൻ വരുന്ന ആക്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഡീകോഡ്. സോ ഇൻസ്ട്രക്ഷൻ ഫേസിൽ തന്നെ നമുക്ക് ഡീകോഡ് ഫേസ് ഉണ്ട്. സോ ഡീകോഡിലെ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ബൈനറി പാറ്റേണിനെ അനലൈസ് ചെയ്യും. Okay, so after the completion of the instruction decode, processor knows whether to fetch operands from the external memory. So instruction execute ചെയ്യുമ്പോൾ 590 ചെയ്യുമ്പോൾ അത് ലോഡ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് 90ൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഓപ്പറാൻഡ് വേണം. അപ്പോൾ 590ൽ 90 എന്ന് പറയുന്ന ഓപ്പറാൻഡ് ആണ് അല്ലെങ്കിൽ ഡാറ്റ ആണ് എന്നുള്ളത് ആ ഇൻസ്ട്രക്ഷൻ നേച്ചർ അനുസരിച്ചാണ്. സോ 590ൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് 90 എന്ന് പറയുന്ന അഡ്രസ് ആണ് എന്നും അഡ്രസ് എന്ന് ഡാറ്റയുടെ അടുത്ത ഓപ്പറേറ്റ് ചെയ്യേണ്ട ലോഡ് ചെയ്യേണ്ട ഡാറ്റയുടെ അഡ്രസ് ആണ് എന്നും മനസ്സിലാക്കുന്നത് അത് അനലൈസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് യൂണിറ്റ് വിൽ ബി ഇംപ്ലിമെന്റഡ് വിത്തിൻ ദ പ്രോസസർ ഹാർഡ്വെയർ നോൺ ആസ് ഇറ്റ്സ് ALU. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്താണെന്നുള്ള ഡെഫിനേഷൻ. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഈസ് ദ ബേസിക് ഓപ്പറേഷൻ സൈക്കിൾ ഓഫ് എ കമ്പ്യൂട്ടർ ഓർ മൈക്രോ കൺട്രോളർ ദാറ്റ് എക്സിക്യൂട്ട്സ് എ മെഷീൻസ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. സോ ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കൺസിസ്റ്റ് ഓഫ് ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി, ഡീകോഡിംഗ് ദ ഇൻസ്ട്രക്ഷൻ, എക്സിക്യൂട്ടിംഗ് ദ ഓപ്പറേഷൻ ആൻഡ് സ്റ്റോറിംഗ് ദ റിസൾട്ട്സ് ഇഫ് എനി. സോ ഇതെല്ലാം കൂടുന്നതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇൻസ്ട്രക്ഷൻ സൈക്കിളിലെ ഫെച്ച് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഓപ്പറേഷൻ ഉണ്ട്, ഡീകോഡ് ഓപ്പറേഷൻ ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്, ആൻഡ് സ്റ്റോർ ദ റിസൾട്ട്. ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് ചെയ്യുക, അതിന്റെ റിസൾട്ട് കൊണ്ടുവരിക. ഇത്രയും എടുക്കുന്ന സമയം, അതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. So this cycle repeats for instructions in the program. And then instruction cycle വരുന്ന പാർട്ട്, ഓരോ പാർട്ട് ഫെച്ച്. സോ ഫെച്ച് മെഷീൻ സൈക്കിൾ.
ഇൻസ്ട്രക്ഷൻ നടക്കുന്ന ഓപ്പറേഷനിൽ നമുക്ക് ഫെച്ച് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഫെച്ച് ഈസ് എ മെഷീൻ സൈക്കിൾ. മെഷീൻ സൈക്കിൾ ഇറ്റ് സെൽഫ് എ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ്, കുറെ ടി സ്റ്റേറ്റ്സ് കൂടുന്നതാണ് ഫെച്ച് സൈക്കിൾസ് എന്ന് പറയുന്നത്. സോ മെഷീൻ സൈക്കിൾ ഈസ് എ സീരീസ് ഓഫ് ഇവന്റ്സ് ദാറ്റ് ടേക്സ് പ്ലേസ് ഫോർ എക്സിക്യൂഷൻ ഓഫ് വൺ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നേരം നടക്കുന്ന ഓരോരോ സബ് സ്റ്റെപ്പ് അതിനെയാണ് നമ്മൾ ഫെച്ച്, മെഷീൻ സൈക്കിൾ, ഡീകോഡ് മെഷീൻ സൈക്കിൾ, എക്സിക്യൂട്ട് മെഷീൻ സൈക്കിൾ, സ്റ്റോർ മെഷീൻ സൈക്കിൾ. സോ സെറ്റിൽ ദ ആക്ഷൻസ്. സോ ടിപ്പിക്കലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ മെയിൻ പ്രോസസ്: ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട്. ഫെച്ച് മൈക്രോ പ്രോസസർ റീഡ് ചെയ്യുന്നു, ഡീകോഡ് അതിനെ അനലൈസ് ചെയ്യുന്നു, എക്സിക്യൂട്ട് അതിനെ ആക്ഷൻ പെർഫോം ചെയ്യും. Then T states. T states are the measure of the time in a microprocessor or a microcontroller. നമ്മളുടെ മൈക്രോ പ്രോസസറിന്റെ ആക്ഷൻസ് എല്ലാം സിംഗിളൈസ് ചെയ്യുന്ന ബേസിക് ടൈം ഇൻസ്റ്റന്റ് ആണ് നമ്മളെ ടി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. Each machine cycle is divided into a number of T states which represents the basic clock cycles. T states helps in understanding this and specifying the time requirements for the microcontroller. So ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മൈക്രോ പ്രോസസർ കൺസ്യൂം ചെയ്യുന്നത് കുറെ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ആയിരിക്കും. ഈ ടി സ്റ്റേറ്റ്സിലാണ് നമ്മൾ മൈക്രോ പ്രോസസറിന്റെ എല്ലാ ആക്ഷൻസിനെയും സിങ്ക് ചെയ്തിരിക്കുന്നത്. അതാണ് മൈക്രോ പ്രോസസറിന്റെ ബേസിക് ആയിട്ടുള്ള കൺട്രോളിങ് അല്ലെങ്കിൽ സിങ്ക്രണൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. സോ മൈക്രോ പ്രോസസറിന്റെ ക്ലോക്കിന്റെ ബേസിക് ടി അല്ലെങ്കിൽ ടൈം പീരിയോഡ് അല്ലെങ്കിൽ വൺ സൈക്കിളിൽ വിളിക്കുന്ന പേരാണ് ടി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് കൂടുന്നതാണ് ഒരു ഫെച്ച് അല്ലെങ്കിൽ ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു മെഷീൻ സൈക്കിൾസിന്റെ നമ്പർ ഓഫ് മെഷീൻ സൈക്കിൾ കൂടുന്നതാണ് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്.